അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടാട്ടമാണ്. ഈ പാവയ്ക്ക കൊണ്ടാട്ടം വളരെ നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പാവയ്ക്ക കൊണ്ടാട്ടമാണിത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഒരു കിലോയ്ക്ക് മേളിൽ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിത് ഒന്ന് വാഷ് ചെയ്യാനാണ് പോകുന്നത്. ഇത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ചെറിയൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനിപ്പോൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഈ മഞ്ഞപ്പൊടിയിലേക്ക് നമ്മൾ അടുത്തത് ഈ പാവയ്ക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാൻ പോവുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം സാധാരണ വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മളിത് കട്ട് ചെയ്യാനാണ് പോകുന്നത്. കട്ട് ചെയ്യുമ്പോഴത്തേന് ഇത് വട്ടത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തീരെ കനം കുറച്ച് വട്ടത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം. പാവയ്ക്ക മുഴുവനും നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിനു വേണ്ടി ഒരു മസാലയൊന്ന് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഈ മഞ്ഞപ്പൊടി ചേർക്കുമ്പോഴത്തേനും നമ്മൾ എന്തോരം പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ മഞ്ഞപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവ് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് ഉപ്പുപൊടിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളമാണ്. ഈ മസാലയൊന്ന് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ഇളകി വരാൻ വേണ്ടി മാത്രമുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് 2 രീതി ചെയ്യുന്നവരുണ്ട്. ഇതിപ്പം ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ചില ആൾക്കാർ ചെയ്യുന്നത് ഈ പൊടികളെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് വന്നതിന് ശേഷം ആ വെള്ളത്തിലേക്ക് ഈ പാവയ്ക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാറുണ്ട്. അതിനുശേഷം ആ വെള്ളം ഊറ്റിക്കളയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ ഈ പാവയ്ക്കയിലുള്ള സത്തുകളെല്ലാം പോകുന്നത് കൊണ്ടാണ് നമ്മളിത് വെള്ളം തിളപ്പിച്ച് ചെയ്യാതെ ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പം നന്നായിട്ട് ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്കയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ പാവയ്ക്ക നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയെല്ലാം നന്നായിട്ട് ഇതിലേക്ക് നമ്മളൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഞാൻ ഈ പാവയ്ക്കൊക്കെ ഈ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു അപ്പച്ചമ്പ് വെച്ച് അതിലേക്ക് ഞാനിത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോഴത്തേക്കിനും നമുക്ക് അതിനു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. കാരണം തുറന്ന് വെച്ച് ആവി നന്നായിട്ട് കയറിയാൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൂടെ വേണം. ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാകുമ്പോഴത്തേക്കിനും ഒരുപാട് നാൾ ഈ പാവയ്ക്ക കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ആവി കയറ്റി തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോഴത്തേക്കിനും നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആവി വരാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മളിത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പം നമുക്ക് ഇതിന് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഞാനിപ്പോൾ ഇത് വെയിലത്ത് വാടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ട് വെയിൽ കൊണ്ട് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കിനും നമുക്കിതിൻ്റെ ബാക്കിയുള്ള വീഡിയോകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ കൃത്യം 3 ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത പാവയ്ക്കയാണിത്. 1 കിലോ പാവയ്ക്കോളം നമ്മൾ എടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ 1 പ്ലേറ്റോളം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു കുപ്പിഭരണിയിലൊക്കെ അടച്ചു വെച്ച് നമ്മൾ മൂടി എടുത്ത് വെക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ തന്നെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ ഈ പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് സൈനിങ് ഔട്ട് റോഷൻ ഖാൻ.